ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സൈലത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മിസ്സിന്റെ പേര് ശ്രീഭാമ എന്നാണ്. അപ്പോൾ മക്കൾ എല്ലാവരും നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ബേസിക് സയൻസിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ജീവജലം ലൈഫ് ഗിവിംഗ് വാട്ടർ എന്ന് പറയുന്ന ചാപ്റ്റർ ഒക്കെ നന്നായിട്ട് കേട്ട് പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ ലൈവ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കാണാത്ത മക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാനലിൽ നമ്മുടെ ലൈവ് സെക്ഷനിൽ അത് കിടക്കുന്നുണ്ടാവും, മക്കൾ പോയിട്ട് കാണുക. അപ്പോൾ ആ ഒരു ചാപ്റ്ററിലെ നമുക്ക് എക്സാം ഒക്കെ വരാൻ പോവുകയാണല്ലേ, നമ്മുടെ ഓണം എക്സാം എല്ലാം വരാൻ പോവുകയാണ്. അതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടന്റ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷൻ ആണ് കേട്ടോ. നമുക്കപ്പോൾ ശ്രദ്ധിക്കാം, എന്താണെന്ന് നോക്കാം. അപ്പം ജലം അല്ലേ, നമുക്ക് എപ്പോഴും എന്താണ്, നമുക്ക് ജീവിക്കണമെങ്കിൽ ജലം വേണം അല്ലേ. ഒരു ദിവസമെങ്കിലും വെള്ളം ഇല്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ നമുക്ക്. അപ്പം ദാഹമായിക്കോട്ടെ, ദാഹിക്കുന്ന സമയത്ത് നമുക്ക് എന്താ വേണ്ടത്, വെള്ളമാണ് വേണ്ടത്. നമ്മുടെ ഭൂമിയിൽ ഒരുപാടുണ്ട്. നമ്മുടെ ഒരു ഗ്ലോബ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരുപാട് നീല കളർ നമുക്ക് കാണാൻ പറ്റും. അവിടെയൊക്കെ വെള്ളമാണ് അല്ലേ, അവിടെയൊക്കെ കടലാണ്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ശുദ്ധജലം ലഭിക്കുന്നത് വളരെ കുറഞ്ഞ അളവിലാണ്. 3% മാത്രമേ നമുക്ക് ശുദ്ധജലം ലഭിക്കുന്നുള്ളൂ അല്ലേ. അപ്പൊ ശുദ്ധജലം, നമ്മുടെ ജലം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യം ദിവസം കഴിയുന്തോറും കൂടിക്കൂടി വരികയാണ്. മാക്സിമം നമ്മൾ എന്ത് ചെയ്യരുത്, മലിനമാക്കാതെ മാക്സിമം നല്ല രീതിയിൽ തന്നെ വാട്ടർ കുറഞ്ഞ അളവിൽ ഉപയോഗിച്ച് പഠിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. അപ്പൊ ജലത്തെ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം കേട്ടോ. വാട്ട് ഈസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ, ജലത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെ എന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ എന്താണ്, എക്സാമിനൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള പോർഷൻ ആണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിന്റെ സവിശേഷതകൾ എന്ന് നമുക്ക് നോക്കാം. യെസ്, അപ്പൊ തന്നെ മിസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ജലത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എല്ലാത്തിനെയും മാക്സിമം എല്ലാ വസ്തുക്കളെയും ലയിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ ജലത്തിനുണ്ട്. സാർവിക ലായകം, യൂണിവേഴ്സൽ സോൾവെന്റ് എന്നാണ് നമ്മുടെ വാട്ടർ അറിയപ്പെടുന്നത് അല്ലേ. യെസ്, അപ്പോൾ ഉപ്പായിക്കോട്ടെ, പഞ്ചസാര ആയിക്കോട്ടെ, എല്ലാം ലയിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ വാട്ടറിനുണ്ട്. അതാണ് ഒന്നാമത്തെ സ്പെഷ്യാലിറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നു. പിന്നെന്താണ്, ഒഴുകാനുള്ള കഴിവുണ്ട്. നമ്മുടെ പുഴയായിക്കോട്ടെ, കുളത്തിൽ നോക്കിയാലും കടലിൽ നോക്കിയാലും അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കില്ല, ഒരു ഭാഗത്ത് നിൽക്കല്ല നമ്മുടെ വെള്ളം ചെയ്യുന്നത്. അപ്പോൾ ഒഴുകാനുള്ള കഴിവ് നമ്മുടെ വെള്ളത്തിനുണ്ട്. നമ്മുടെ പൈപ്പിലൂടെ വരുന്ന വാട്ടർ നമ്മൾ എങ്ങനെയാണ് കുടിക്കുന്നത്, ഒഴുകി വരുന്ന വെള്ളമല്ലേ നമ്മൾ കുടിക്കുന്നത് അല്ലേ. യെസ്, പാചകം ചെയ്യുന്ന സമയത്ത് നമ്മുടെ അമ്മമാരൊക്കെ പാചകം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആദ്യം തന്നെ വെള്ളം ചൂടാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ആ ചൂടാക്കുക എന്ന് പറയുമ്പോൾ താപം വഹിക്കാനുള്ള കഴിവ് നമ്മുടെ വാട്ടറിനുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എടുക്കാം. കപ്പാണെങ്കിൽ കപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ എന്താ ബക്കറ്റ് ആണെങ്കിൽ ബക്കറ്റ്, ഏത് ഷേപ്പിലും നമ്മുടെ വെള്ളം നിൽക്കും. ഫ്ലെക്സിബിൾ ആണ് വെള്ളം അല്ലേ, ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കില്ല. എവിടെ എടുത്തോ, അതായത് മിസ് ഈ കുപ്പിയിലെടുത്ത് ഈ കുപ്പിയുടെ ഷേപ്പായിരിക്കും നമ്മുടെ വെള്ളത്തിന് ഉണ്ടാവുക അല്ലേ. അപ്പം അതേപോലെ വലിയൊരു കുപ്പി മിസ് എടുത്ത് വിചാരിക്കുക, ഈ വലിയൊരു കുപ്പിയുടെ ഷേപ്പായിരിക്കും നമ്മുടെ വെള്ളത്തിന് ഉണ്ടാവുക. അപ്പം നിശ്ചിതമായ ആകൃതിയില്ല, മറിച്ച് എന്താണ്, അതിനൊരു ഏത് കണ്ടെയ്നറിലാണോ എടുക്കുന്നത് അതിൻ്റെ ഷേപ്പായിരിക്കും ഉണ്ടാവുക. പിന്നെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറയുന്ന 3 ഫോമിലും നമ്മുടെ വാട്ടറിനെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നത് വാട്ടർ, കുടിക്കാൻ വെള്ളം വേണം, കുക്ക് ചെയ്യാൻ, ആഹാരത്തിന് അല്ലെ, ആഹാരം പാകം ചെയ്യാൻ നമുക്ക് വെള്ളം വേണം. അഗ്രികൾച്ചർ യൂസ്, നമുക്ക് കൃഷി നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ വെള്ളമില്ലാത്ത കൃഷിയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നശിച്ചു പോകും, ഉണങ്ങിപ്പോകും അല്ലെ. വെള്ളം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ നമ്മുടെ പാത്രം കഴുകാനായിക്കോട്ടെ, വാഷ് ചെയ്യാൻ അല്ലെ, വെസൽസ് വാഷ് ചെയ്യാൻ നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. കൈ കഴുകാനും നമ്മുടെ പേഴ്സണൽ ഹൈജീനിക്കിന് അല്ലെ, നമ്മൾ കുളിക്കാനും അലക്കാനും എല്ലാത്തിനും എന്താണ്, വാട്ടറാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്താണ്, ജലം എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരാളാണ് അല്ലേ. യെസ്, അപ്പോൾ ഒരുപാട് ദിവസം ഇപ്പം നിങ്ങൾ 3-4 ദിവസമൊക്കെ വെള്ളം കുടിക്കാണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. യെസ്, അപ്പോൾ ഇതാണ് മിസ് ടേബിളിലാക്കി തന്നിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ടേബിൾ ആയിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ് സവിശേഷത, വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവുണ്ട്. യെസ്, അപ്പോൾ പാനീയങ്ങൾ മധുരം ചേർക്കാനും വസ്ത്രങ്ങൾ അലക്കുന്നതും ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഇപ്പോൾ വസ്ത്രം അലക്കുമ്പോൾ സോപ്പ് പൊടി വെള്ളത്തിലാക്കുന്നത്, പാനീയങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഫ്രൂട്ടി ആയിക്കോട്ടെ, ആയിക്കോട്ടെ, ഒക്കെയും നമുക്കൊരു സ്വീറ്റ്, ഒരു മധുരം വരുന്ന എന്താ റീസൺ, എന്താ, നമ്മുടെ വെള്ളത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, മധുരം കലക്കുകയാണ് ചെയ്യുന്നത്, അത് ലയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ലയിക്കാനുള്ള കഴിവ് കാണിക്കുന്നുണ്ട്.
വസ്തുക്കളെ ലയിപ്പിക്കുന്നു. പിന്നെ ഒഴുകാനുള്ള കഴിവ് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താപം വഹിക്കുന്നത് പാചകത്തിന്റെ കേസിൽ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിശ്ചിത ആകൃതി ഇല്ല ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ആകൃതി സ്വീകരിക്കുന്നു എന്നുള്ള കാര്യം ഇപ്പൊ മിസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. യെസ്. പിന്നെ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ പുട്ടിന്റെ ഒക്കെ ഉണ്ടാക്കുന്ന കേസിൽ നമ്മൾ എന്താണ് ആവി കയറ്റിയിട്ടാണ് പുട്ട് ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പൊ അതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? നമ്മുടെ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥയിൽ വാതകാവസ്ഥയിൽ നിൽക്കുന്നു, നീരാവിയാണ് ചൂടാക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഇംഗ്ലീഷ് പറയുമ്പോൾ എങ്ങനെയാ പറയാ? ഡിസോൾവ് സബ്സ്റ്റൻസ്, ഡിസോൾവ് ചെയ്യാൻ, സബ്സ്റ്റൻസിനെ ഡിസോൾവ് ചെയ്യുന്നു. എക്സാമ്പിൾ സ്വീറ്റനിങ് ഡ്രിങ്ക്സ് ഫോർ വാഷിംഗ് ക്ലോത്ത്. ഫ്ലോ ചെയ്യുന്നു, ക്യാരി ത്രൂ പൈപ്പ്, പൈപ്പ് വഴി ഫ്ലോ ചെയ്യുന്നുണ്ട്. ക്യാരി ഹീറ്റ് ഫോർ കുക്കിംഗ്, കുക്കിംഗ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നു, ഹീറ്റ് ക്യാരി ഹീറ്റ് ചെയ്യുന്നു. ഹാസ് നോ ഡെഫിനിറ്റ് ഷേപ്പ്, ടേക്ക് പ്ലേസ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ, ഏത് കണ്ടെയ്നറിലാണ് എടുക്കുന്നത് അതിന്റെ ഷേപ്പ് ആയിരിക്കും. ക്യാൻ ബി കളക്ടഡ് ഇൻ വെസൽ ത്രൂ ദ ഷേപ്സ്. എക്സിസ്റ്റ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ക്യാൻ മേക്ക് പുട്ട് യൂസിങ് സ്റ്റീം. ഇങ്ങനെ ഒരുപാട് സവിശേഷതകൾ നമ്മുടെ ജലത്തിനുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് മിസ്സിന് പറയാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ച് തന്നെ അത് പഠിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതുപോലെയുള്ള വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് മിസ് വരാം. അതുവരേക്കും ബൈ ബൈ.